ഹായ് ഓൾ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് എന്നോട് പറയുന്നതാ നല്ലൊരു എഗ് റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി എഗ് റെസിപ്പി തന്നെ ആവാം. കോഴിമുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണിത്. നമുക്കിത് ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ അധികം ചേരുവകളൊന്നും തന്നെ നമുക്കിതിൽ ചേർക്കാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സ് അയക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ചെറിയ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അധികം നേരം ഒന്നും വഴറ്റണ്ട. അതുപോലെ ഞാൻ നേരത്തെ തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്യുക. ഞാനൊരു 3 മുട്ടയാണ് എടുക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ നമുക്ക് ഈ മുട്ട ഈ ചൂടായ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 വശവും നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. അതിനകത്ത് ഇത് റെഡിയായി വരും. ഒരു വശം റെഡി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 വശവും നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മുട്ടയുടെ ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ് ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പതുക്കെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പം മുട്ട നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റാം. ആ എണ്ണ നന്നായിട്ട് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോരി വെക്കുന്നത്. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 2 സവോള നല്ല കനം കുറച്ച് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും അതുപോലെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള മഞ്ഞൾപ്പൊടി അതിൽ കരിഞ്ഞു പോവും. സവോള ചേർത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഈ ഒരു വിഭവം അല്പം ഡ്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 സവോളയ്ക്ക് പകരം 4 സവോള എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 സവോളയ്ക്ക് ഒരു ചെറിയ തക്കാളിയാണ് ചേർക്കേണ്ടത്. കൂടുതലായിട്ട് തക്കാളി ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 4 സവോള എടുക്കുകയാണെങ്കിൽ 2 ചെറിയ തക്കാളി എടുക്കുക കേട്ടോ. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വീണ്ടും ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം എണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നല്ലൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ വെള്ളം ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് തിക്കായി വന്നാൽ നമുക്കതിലേക്ക് മുട്ട വറുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മുട്ട ചേർക്കുന്നതിന് മുമ്പ് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ മുട്ട ചേർത്ത ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഈ മസാല നന്നായിട്ട് ഓരോ മുട്ടയിലും നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കറിവേപ്പില മല്ലിയില ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മളുടെ കുരുമുളക് ഇട്ട് വറുത്തിട്ടുള്ള മുട്ട റോസ്റ്റ് ആക്കിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എണ്ണ നന്നായിട്ട് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് താഴേക്ക് ഇറങ്ങി വന്നോളും. എന്നിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കുരുമുളക് ഇട്ട് റോസ്റ്റ് ആക്കിയിട്ടുള്ള നമ്മളുടെ മുട്ട വറുത്തത് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റുള്ളൊരു മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അയയ്ക്കുക. അതുപോലെ ഐഷാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.